നമസ്കാരം. ഞങ്ങൾ പഞ്ചായത്ത് ജെട്ടി കാണാൻ പോയതാണ് കേട്ടോ. നമ്മൾ കുറേ നാളുകളായി നമ്മളെ ചാനലിൽ ഇങ്ങനെ റിവ്യൂ വന്നിട്ട്, അപ്പോൾ കുറേ നാളുകളായി സിനിമയും കണ്ടിട്ട്, അപ്പോൾ പഞ്ചായത്ത് ജെട്ടി ഒന്ന് കാണണം എന്ന് ഭയങ്കര ആഗ്രഹത്തോടു കൂടി പോയതാണ്. കാരണം മറിമായ നമ്മൾ എപ്പോഴും നമ്മൾ ടി വിയിലായാലും ഓൺലൈനിലായാലും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു പ്രോഗ്രാമാണ് മറിമായ. ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കോമഡി നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് മറിമായ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ പഞ്ചായത്ത് ജെട്ടി കണ്ടപ്പോൾ അത്രയൊന്നും കോമഡി സിനിമയിലില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ വളരെ അപൂർവമായിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രം ഒരു കോമഡി ഉള്ളൂ. ഒരു കൊടുങ്ങാശ്ശേരി എന്ന് പറയുന്ന ഒരു ഗ്രാമം, കൊച്ചിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു ദ്വീപ് കൊടുങ്ങാശ്ശേരി എന്ന് പറയുന്ന ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലെ പഞ്ചായത്തും പിന്നെ അവിടുത്തെ മെമ്പർമാരും തമ്മിലുള്ള കുറേ ക്ലാഷുകളും സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. ചെറിയൊരു വെള്ളിമൂങ്ങ സ്റ്റൈലും അതുപോലെ തന്നെ വരവേൽപ്പ് സിനിമയുടെ കുറച്ച് ഭാഗം നമുക്കൊന്ന് ഫീൽ ചെയ്ത്. കാരണം അതിലൊരു ബസ് മേടിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മോഹൻലാലിൻ്റെ പണ്ടത്തെ വരവേൽപ്പ് സിനിമയായിട്ട് കുറച്ച് സാദൃശ്യം തോന്നി. ചെറിയൊരു സിനിമയുടെ ഒരു വലിയൊരു ഹൈപ്പ് ഒന്നുമില്ലാത്ത വളരെ ചെറിയൊരു ലൈറ്റ് സബ്ജക്റ്റ്, ഹ്യൂമറും സെൻറ്റിമെൻസും പാട്ടും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചെറിയൊരു സംഭവം നമുക്ക് ആസ്വദിച്ച് ഇരിക്കാവുന്ന ഒരു സിനിമയാണ്. പെട്ടെന്ന് ഇറങ്ങിപ്പോരാനൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഈ സിനിമ. സ്ക്രിപ്റ്റ് ഒരു ഇത്തിരി വലിച്ചിലൊക്കെ ഉണ്ട് ആദ്യത്തെ കുറച്ച് സമയങ്ങളിലൊക്കെ. പക്ഷേ ഒരു ലാസ്റ്റ് സീനിലൊക്കെ എത്തിയപ്പോൾ അത് ഭംഗിയായിട്ട് കൊണ്ട് ഒതുക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലോലിതൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇതിലില്ല ശരിക്കും. അത് നമ്മളെപ്പോഴും മറിമായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ലോലിതൻ എന്ന് പറയുന്നത്. അദ്ദേഹമില്ല. പിന്നെ മറിമായത്തിൽ നമ്മൾ കണ്ട് ആ സത്യശീലൻ, മണികണ്ഠൻ പട്ടാമ്പി, പിന്നെ പ്യാരി, സലീം ഹസൻ, ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. സപ്തതരംഗ് സിനിമാസും ഗോവിന്ദ് ഫിലിംസും ചേർന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. സപ്തതരംഗ് എന്ന് പറയുന്നത് നേരത്തെ ഒരുപാട് സിനിമകൾ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവർ ചെയ്തേക്കുന്ന ഒരു സിനിമയാണ് ഈ പഞ്ചായത്ത് ജെട്ടി എന്ന് പറയുന്നത്. പിന്നെ പാട്ടിന്, ഫൈറ്റിന് അല്ലെങ്കിൽ BGM-നൊക്കെ ഒരു അങ്ങനെയൊന്നും പറയാൻ ഈ സിനിമയിൽ അത്ര അധികം ഒന്നും സംഭവമില്ല. അപ്പോൾ അതൊക്കെ ആരാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അതൊരു വളരെ നോർമലായിട്ടുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ പാട്ടിനും BGM-നും അത്ര വലിയൊരു പ്രാധാന്യമൊന്നുമില്ല. ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നടക്കുന്ന ചെറിയൊരു സംഭവം, പിന്നെ അവിടുത്തെ കുറച്ച് നാട്ടുകാരുള്ള ആൾക്കാരും പിന്നെ പഞ്ചായത്തും മെമ്പറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിൽ. സംഭവം നമുക്കൊരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. ഭയങ്കര ഒരു കോമഡിയുള്ള സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ JK സിനിമാസിലാണ് കണ്ടത് കേട്ടോ. JK സിനിമാസ് എന്ന് പറയുന്നത് നമ്മളെ തൃപ്രയാർ VB മാൾ കഴിഞ്ഞിട്ടുള്ള നാട്ടികയിലാണ് JK സിനിമാസ്. നമ്മൾ കയറുമ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഒരു 10-25 ആൾ ഈ ഷോക്ക് ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞൊരു 2 ദിവസമായിരുന്നാണ് ഈ സിനിമ ഇറങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോഴാണ് ഈ സിനിമ കാണാൻ സാധിച്ചത്. പിന്നെ നമുക്കറിയില്ല, സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു ലോഡ് നന്ദി എല്ലാവർക്കും. പത്മശ്രീ ഭരത് മമ്മൂട്ടി, കുറേ ആൾക്കാർക്ക് ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടുള്ള കുറേ താങ്ക്സ് കാർഡ് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു നൈസായിട്ടാണ്. പിന്നെ അതിൻ്റെ എൻഡിങ് പോയിന്റും കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് പോയിട്ടുണ്ട്. അതിൽ നമ്മൾ എപ്പോഴും നമ്മൾ കാണാറുള്ള മൊയ്തു, പ്യാരി, ഈ പറഞ്ഞ മാതിരി സത്യശീലൻ, ഇവരൊക്കെ തന്നെ അതേമാതിരിക്കെ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. പിന്നെ മണികണ്ഠൻ പട്ടാമ്പിയുടെ അഭിനയം അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്യാരി, രണ്ടുപേരുമാണ് ശരിക്കും നായകന്മാർ ഈ സിനിമയിൽ. പിന്നെ രചന നാരായണൻകുട്ടി, നമ്മൾ സിനിമയിൽ ഫെമിലിയറായിട്ട് കണ്ടിട്ടുള്ള മുഖങ്ങളെന്ന് പറയുന്നത് സലീം കുമാറുണ്ട്, രചന നാരായണൻകുട്ടിയുണ്ട്. അങ്ങനെയുള്ള കുറച്ച് അപൂർവം സിനിമാ നടന്മാരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഈ അതായത് ഈ മറിമായത്തിലെ ടീം തന്നെയാണ്. നിയാസ് ബക്കർ, പിന്നെ അങ്ങനെ എല്ലാവരും ഉണ്ട് ഇതിൽ. അപ്പോൾ അതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് സിനിമനെ പറ്റി പറയാനുള്ളത്. പിന്നെ എൻ്റെ കൂടെ നമ്മൾ പുതിയ ഒരു തലമുറയിലെ ഒരു എഴുത്തുകാരനും ഇനിയൊരു പടം ചെയ്യാൻ പോകുന്ന ഒരാളൊക്കെയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് സിനിമ കാണാൻ പോയത്. പുള്ളി ജയൻ ചെറുത്തലയുടെ പുതിയ പടത്തിൻ്റെ കിറ്റ്കാറ്റ് എന്ന് പറയുന്ന പടത്തിൻ്റെ റൈറ്ററാണ്. അതുപോലെ തന്നെ മധുബാലിൻ്റെ പുതിയ പടത്തിന് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ വിളിച്ചപ്പോൾ നമുക്കൊന്നിച്ച് പോവാം, കാണാം എന്ന് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ പോയതാണ്. അപ്പോൾ പുള്ളിയുടെ അഭിപ്രായം കൂടെ നമുക്കൊന്ന് നോക്കാം. പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പറയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കര ഒരു സിനിമ എന്നോ അല്ലെങ്കിൽ വളരെ മോശം സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് കണ്ടിരിക്കാവുന്ന, അത്യാവശ്യം ഒരു 2 മണിക്കൂറൊക്കെ എൻ്റർടൈൻ ചെയ്യാവുന്ന ഒരു സിനിമ. ഇനി നിജീഷ് സഹദേവനാണത്. ഇദ്ദേഹത്തിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. എങ്ങനെയുണ്ട് പടം നമുക്കൊരു വൺ ടൈം വാച്ചായിട്ട് മസ്റ്റായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മണികണ്ഠൻ പട്ടാമ്പി നല്ല രസകരമായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫാമിലി ബേസ് ചെയ്യുന്ന ഒരു സ്റ്റോറി ആണെങ്കിലും അതിൻ്റെതായ രീതിയിലുള്ള, അതായത് ഒരു സിനിമക്ക് വേണ്ടിയുള്ള എല്ലാ മസാലകളും ഉണ്ട്. പാട്ട്, സെന്റിമെന്റ്സ്, ഫൈറ്റിനൊന്നും വലിയ ഫൈറ്റൊന്നും ഇല്ല സിനിമയിൽ.
അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സബ്ജക്ട് തന്നെയാണ്. മറിമായം കണ്ടിട്ട് അത് അതിലെ ഫുൾ ടൈം കോമഡി പ്രതീക്ഷിച്ചിട്ടായിരിക്കും. അത് എന്താണെന്നറിയോ, നമ്മളിപ്പോ ഈ മറിമായം സിനിമ അല്ല മറിമായം ഈ സ്കിറ്റ് കണ്ട് മറിമായം ടീമിന്റെ സിനിമ എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാൾ ഈ സിനിമക്ക് പോയത് കേട്ടോ. മറിമായം ടീമിന്റെ ഒരു സിനിമ ആദ്യമായിട്ട് വരുന്നു എന്നുള്ളൊരു ഹൈപ്പിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഫാമിലി ഉണ്ടായിരുന്നത്. അതാണ് ഫാമിലിയും കൂടുതലും ആ ഒരു തിയേറ്ററിലോട്ട് വരാൻ കാരണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മറിമായം കണ്ട് അതിലുള്ള ആൾക്കാരെ നേരിട്ട് വലിയ സ്ക്രീനിൽ എല്ലാവരും കൂടി കാണാന്ന് പറയുന്ന സംഭവം തന്നെയാണ് ഈ സിനിമയുടെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഞങ്ങളും അങ്ങനെ തന്നെയാണ് ഈ സിനിമ കാണാൻ പോയത് അല്ലേ? തീർച്ചയായിട്ടും ആ ഒരു ഹൈപ്പ് ഒരിക്കലും ഈ സിനിമയിൽ പ്രതീക്ഷിക്കരുത്. വേറെ റേഞ്ച് സാധനമാണ് ഇത്. ഫിലിമായപ്പോ ഫിലിമിൻ്റെതായിട്ടുള്ള ഒരു രൂപരേഖയിൽ വർക്കൗട്ട് ചെയ്തെടുത്തൊരു സംഭവമാണ്. പക്ഷെ എന്നാലും അവരെ കഴിവ് കൊണ്ട് പരമാവധി നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഒരു ഫീലിങ്സും നമുക്കൊരു 2 hour കൊണ്ട് നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. അതിൻ്റെതായിട്ടുള്ള ഒരു സംഭവം ഉണ്ട് പടത്തിൽ കാര്യങ്ങൾ. അത് ആ മറിമായം പ്രതീക്ഷിച്ച് വന്നില്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഫിലിമായിട്ട് കണ്ട് മറിമായം പോലൊരു സിനിമയായിട്ട് കാണരുത്. നമ്മള് ഏത് ക്ലിപ്പ് കാണണമെങ്കിലും മറിമായത്തിൽ അപ്പൊ നമ്മൾ ചിരിച്ചു പോകും. ആ ഒരു ചിരി ഇതിൽ പ്രതീക്ഷിക്കരുത്. ആ ചിരി ഇല്ല ഈ സിനിമയിൽ. ഇത് അത്യാവശ്യം കുറച്ച് സീരിയസ് ആണ് പടം. പിന്നെ അതിന്റെ ക്ലൈമാക്സ് നല്ലൊരു വെറൈറ്റി, ആരും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് ആണ്. അത് ഒരു എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർക്കൊക്കെ നല്ലൊരു ഫീലിംഗ് ആയിട്ട് തോന്നുന്നു. നിങ്ങളെ സിനിമ റിലീസ് ആവാറായില്ലേ? റിലീസ് ആവാ. അതിന്റെ ബാക്കിയുള്ള അതിലാരൊക്കെ അഭിനയിക്കുന്നത്? അതിലിപ്പോ ജയചേട്ടന്റെ പടത്തിൽ ഇന്ദ്രൻസായിട്ട് ഉർവശി, നമ്മളെ കൽപ്പനച്ചിര മോള് ജോണി ആന്റണി, മധുവാൽ സാർ. ഇദ്ദേഹത്തിന്റെ പടം ഇപ്പൊ അടുത്ത് തന്നെ റിലീസാണ് കേട്ടോ. അതായത് ഇപ്പൊ ഡബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മധുവാലിന്റെ എഴുതുന്നത് നിങ്ങൾ തന്നെയല്ലേ? നമ്മൾ തന്നെയാണ്. പുള്ളി പുതിയത് ഡയറക്ട് ചെയ്യാൻ പോകുന്ന ഒരു പടം ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു പണിപ്പുരയിലാണ് പുള്ളി നിൽക്കുന്നത്. അപ്പൊ പുള്ളിനെ കൊണ്ടുപോകാൻ കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം ആസ്വദിച്ച് സിനിമനെ പറ്റി എങ്ങനെയുണ്ട് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരാളെയാണ് നമ്മൾ കൂട്ടിക്കൊണ്ടുപോയത്. അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് തിയേറ്ററിൽ പോയി 1 time വാച്ചബിൾ മൂവിയാണ്. അത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ അത്യാവശ്യം ആളുണ്ട്. ഇനിയിപ്പോൾ പുതിയ സിനിമകൾ വരുമ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഒരു പ്രാവശ്യമൊക്കെ കാണാവുന്ന നല്ലൊരു സിനിമയാണ്. നമ്മൾ മോഹൻലാൽ ബസ് മേടിക്കുന്ന സിനിമയില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിൽ മോഹൻലാൽ ബസ് മേടിച്ച് കുറേ നൂലാമാലകളും പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ. ബസ് ഓണർ എന്ന് പറഞ്ഞ് ബസ് നടത്തിക്കൊണ്ട് പോകാനുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ കുറച്ച് ഇതിലുണ്ട് കേട്ടോ. അതൊക്കെ ചെറിയൊരു പാർട്ടായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. പിന്നെ വെള്ളിമൂങ്ങ് കണ്ടവർക്കറിയാം, ഒരു പഞ്ചായത്തും കതറൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാരും അതൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. അതൊക്കെ കൂടി അങ്ങനെയൊക്കെ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ സിനിമ. സാധാരണക്കാരന് മനസ്സിലാവണം സാധാരണ സിനിമയാണത്, അല്ലാണ്ട് വലിയ സംഭവങ്ങളൊന്നുമല്ല. നമുക്കറിയാം പേര് കേൾക്കുമ്പോഴും പിന്നെ ആ ടീമിനെ പറ്റി ചിന്തിക്കുമ്പോഴും അറിയാം അവരെ നിന്ന് പ്രതീക്ഷിക്കുന്ന സിനിമ തന്നെയാണത് അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ വേറെ എന്തെങ്കിലും പറയണ്ട? എന്തെങ്കിലും പറയണത് ഇപ്പൊ പറഞ്ഞു, ഞാൻ കട്ട് ചെയ്യാൻ പോണം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അതിന്റെ പിന്നാമ്പുറങ്ങളൊന്നും അന്വേഷിച്ച് പോകണില്ല. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റിവ്യൂ മാത്രമാണ് സിനിമയുടെ ഞങ്ങൾ ചെയ്തേക്കണത്. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ബൈ.